ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമുക്ക് എക്സാം ഇല്ല. ഇപ്പോൾ എക്സാം കഴിയാനായിട്ടുണ്ടെങ്കിൽ 2-3 എക്സാം കൂടെ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് എക്സാം ഇല്ല. പക്ഷേ ഗായ്സ്, ട്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്യൂഷന് പോവാണ്. ട്യൂഷന് പിന്നെ ഞാൻ ട്യൂഷന് പോകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥന പതിവാണ് കപ്പാളയുടെ ഫ്രണ്ടിൽ നിന്നിട്ട്. പിന്നെ എക്സാമും കൂടി ആകുമ്പോൾ പ്രാർത്ഥന കുറച്ചും കൂടെ കൂടും. അങ്ങനെ ഞാൻ ദൈവത്തിനോട് എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണ് നിങ്ങളെ കാണുന്നത്. എനിക്ക് കുറേ വിഷമങ്ങളുണ്ട് ഗായ്സ്, അതൊക്കെ ഞാനിങ്ങനെ പറയും. പിന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ ഗൈസ് പണി കിട്ടും. കാരണം ഇപ്പം നല്ല മഞ്ഞാണ്, അത് മാത്രമല്ല ഭയങ്കര കാറ്റാണ്, ഇങ്ങനെ മഞ്ഞ് കാറ്റാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തലയിലൊക്കെ വീഴുമ്പോൾ നമുക്ക് പനി വരും എന്നാണ് പറയുക. അപ്പോൾ ഞാനിപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടൊക്കെയാണ് പോവുക. ഒന്നാമത് നല്ല തണുപ്പ്, തലയ്ക്ക് തണുപ്പടിക്കണം വിചാരിച്ചിട്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റി നോക്കണമല്ലോ, അതാണല്ലോ മുഖ്യം. പിന്നെ ഞാൻ ഈ ട്യൂഷന് പോകുന്ന വഴിയൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. കാരണം അതാണല്ലോ രാവിലത്തെ പരിപാടി. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ച് ബോറടിപ്പിക്കാറുണ്ടെന്നറിയാം. പക്ഷേ എനിക്ക് ഈ ഒരു ഭാഗത്തും എനിക്ക് വീഡിയോ എടുക്കണം. കാരണം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് പാടവും ആ ഒരു മഞ്ഞൊക്കെ വന്ന് നിൽക്കണം, അതൊരു നല്ല രസമാണ് ഗൈസ്. അത് കാരണം ഞാനത് എടുക്കും, എന്തായാലും എടുത്ത് ഇങ്ങനെ ഇടും. അപ്പോൾ എക്സാം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ട്യൂഷൻ 6:30ക്കാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 6 മണിക്കാവും ഉണ്ടാവാറ്. അപ്പോൾ 6 മണിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇരുട്ടായിരിക്കും, രാവിലെ വരുന്നുണ്ടാവുള്ളൂ സൂര്യൻ ഉദിച്ച്. പിന്നെ ഞാൻ എവിടെ ട്യൂഷന് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വലക്കാവാണ് ഗൈസ് ട്യൂഷന് പോകുന്നത്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ട്. അങ്ങനെ ഞാൻ ട്യൂഷൻ ക്ലാസ്സിലെത്തി. അവിടെ നിന്ന് ഇനി ഞാൻ മുള്ളി കയറി പോകണം. അങ്ങനെ ഞാൻ മമ്മോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. അങ്ങനെ മമ്മ നേരെ വീട്ടിലേക്ക് വന്നു. മമ്മ വീട്ടിലെത്തിയപ്പോൾ മമ്മ നേരെ പോയത് നമ്മുടെ ലൂണയുടെ അടുത്തേക്കാണ്. അവളാണെങ്കിൽ മമ്മേനെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു, മമ്മ വരുന്നത് നോക്കി. വേറെ ഒന്നിനല്ല, ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മമ്മ വന്നിട്ട് വേണമല്ലോ ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സ്നേഹപ്രകടനമാണ് രണ്ടുപേരും കൂടെ. മമ്മ അവിടേക്ക് സ്നേഹിക്കും, അവൾ ഇങ്ങോട്ട് സ്നേഹിക്കും. അങ്ങനെ പിന്നെ മമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമാണ്. അപ്പം മമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനെ കളിപ്പിക്കാനും അവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മമ്മയ്ക്ക്. എനിക്കും ഇഷ്ടമൊക്കെയാണ്, എന്നാലും എന്നെക്കാട്ടിലും ഇഷ്ടമാണ് മമ്മയ്ക്ക് ഇങ്ങനെ പെറ്റ്സിനെ. പിന്നെ അന്ന് ലൂണാനെ ഡോക്ടറെ അടുത്തേക്ക് ഉണ്ടായിരുന്നു. അവളുടെ ചെവിയുമൊക്കെ എന്തോ ഇങ്ങനെ പൊറ്റ പോലെ ഇങ്ങനെ വന്നിട്ട് അത് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. മരുന്ന് കൊടുത്തായിരുന്നു, പക്ഷെ മാറിയിട്ടില്ല. ഇനി വീണ്ടും അവളെ കൊണ്ടുപോകണം ഡോക്ടറെ അടുത്തേക്ക്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ അതേ എവിടേക്കോ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേറെ എവിടേക്കല്ല, അവളുടെ കയ്യിൽ ഒരു പാത്രം കണ്ടോ, അത് നമ്മുടെ പള്ളിയുടെ അപ്പുറത്താണ് വല്യമ്മയുടെ വീടുണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുകൊടുക്കാൻ. വല്യമ്മ എന്ന് പറയുമ്പോൾ അമ്മച്ചിയുടെ ചേച്ചിയുടെ മോളുടെ വീട് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുവരവൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അമ്മച്ചി വന്നപ്പോൾ അമ്മച്ചി സാമ്പാർ വന്നതാണ് അവിടെ നിന്ന് ഈ പാത്രത്തിൽ. ഇത് കൊണ്ടുകൊടുക്കാൻ ഫസ്റ്റ് തന്നെ ഒരു ട്രിപ്പ് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുക്കു അച്ചും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ കുക്കു ആ പാത്രം വിട്ടു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഇതേപോലെ കുഞ്ഞാൻ തന്നെ വിട്ടു കൊടുക്കാൻ വിട്ടു. ചോറ് മാത്രം അവന്റെ കയ്യിൽ കൊടുത്തു. അച്ചു കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, നീ അവിടെ വരെ പോണതല്ലേ, നീ ചോറ് മാത്രം കൊടുത്തിട്ട് പോരേ എന്ന് പറഞ്ഞിട്ട് കുക്കുന്റെ കയ്യില് ചോറ് മാത്രം കൊടുത്തു. അവിടെ ചെന്നിട്ട് അവളെ കണ്ടു ചോറ് മാത്രം കൊടുക്കാൻ സമ്മതിക്കണില്ല. കരച്ചില. ആ ചോറ് മാത്രം കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ആ ചോറ് മാത്രം ഇപ്പൊ കൊണ്ടുപോകും വലിയ അങ്ങനെ. പിന്നെ എന്താ അമ്മച്ചിയുടെ പുൽക്കൂടിന്റെ വിശേഷങ്ങൾ പറയേ. പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. നോക്കടി, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നോക്ക്. കുറേശ്ശെ പണി ഇല്ലാത്ത സമയം നോക്കി കുറേശ്ശെ. അപ്പം ഈ മഴ വന്നോടുകൂടി ഒക്കെ മൂടിയിട്ടേക്കാം. മഴ വന്നു. എൻ്റെ പുൽക്കൂട് നോക്കൂ. മഴ പൂളൊക്കെ ഉണ്ടാക്കിയ സ്വിമ്മിങ് പൂൾ, പാടം, കുളം, ചാലല്ലേ, കനാല്. പിന്നെ ഈ കനാല് വെള്ളം വരുന്നത് ഈ മലയുടെ മുകളിൽ നിന്നാണ്. എവിടെന്നാ വെള്ളം വരാ? ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരാ. ഈ ഓട്ടയിൽ ഇങ്ങനെ വെള്ളം ഒഴുകി കനാലിലേക്ക് വന്നു. കനാലിൽ നിന്ന് അങ്ങനെ തന്നെ കുളത്തിലേക്ക്. പാടം നനയ്ക്കാനുള്ള കുളമാണത്. ഇവിടെ ഫുള്ള് പണിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ പള്ളി വരും. അപ്പൊ കൂട് എവിടെ വെക്കുക? കൂട് ഇവിടെ. ഇത് മഞ്ഞിന്റെ മല ഉണ്ടാക്കി വെച്ചേക്കാണ്. മഞ്ഞ് ഒട്ടിക്കണേ. ഞങ്ങളുടെ ചകിരി കൊണ്ടാണ് ഞങ്ങൾ മല ഉണ്ടാക്കാറ്. ചകിരിമലയാണ്. ചകിരി കൊണ്ട്. ഇനി ഇതൊക്കെ മഞ്ഞൊട്ടിച്ച് മഞ്ഞാക്കി തീർക്കണം. ഇവിടെ കൂട് വരും. ഇവിടെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ മാതിരിയുള്ള ക്രിസ്മസ് ട്രീ, ആ പച്ച കളർ നീട്ടിയിട്ട് മാറ്റിയിട്ട് കംപ്ലീറ്റ് ബൾബ് മാത്രം ഇട്ടിട്ട് ക്രിസ്മസ് ട്രീ അതിന്റെ മേലെ വെക്കും. പച്ച പുല്ലിന്റെ പരവതാനിയില്ലേ, അതുകൂടി ഇടണം, മേടിച്ചിട്ട് ഇടണം. പിന്നെ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കണ വീടുകള്
അങ്ങനെയൊക്കെ ആയിട്ട് വെച്ച് ഇനി കാർ പോർച്ച് ഇത്രയായിട്ടുള്ള കാർ പോർച്ച് ഫുള്ള് ഞങ്ങള് ഉണ്ടാക്കി ഉണ്ടാക്കും. അത് കുറേശ്ശെ പണിതുകൊണ്ടിരിക്കുമ്പോഴേക്കും മഴ വന്നു മൂടിയിട്ട് ഓടി. ഈ മഴ ദേ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ അത് മുഴുവനാക്കണം എന്ന് വിചാരിച്ചതാ. ഇന്ന് രാവിലെ ചെറുതായിട്ട് മാളുവിന് ട്യൂഷൻ കഴിഞ്ഞു, ഞാൻ വിളിക്കാൻ പോവാം. നമുക്ക് മാളുവിനെ വിളിച്ചിട്ട് വരാട്ടോ. അച്ചു സുന്ദര, അച്ചു എന്തെങ്കിലും വിശേഷം പറയ് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത്, അച്ചു ഫാൻസിന്റെ അടുത്ത്. സുഖം, പരമസുഖം. എക്സാം ഒക്കെ എങ്ങനെയുണ്ട്? വാവുവാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുവരാൻ വന്നു. പിന്നെ എൻ്റെ ട്യൂഷൻ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകി. കാരണം ഇങ്ങനെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ട്യൂഷൻ അധികം നേരം എടുക്കാറുണ്ട്. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വന്നിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കാനാണ് ഇരുന്നത്. അപ്പോൾ പഠിപ്പ് മുഖ്യം വെയിലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഠിക്കാനിരുന്നു. അപ്പോൾ എൻ്റെ അപ്പുറത്ത് കുക്കു കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൻ ഇത്തിരി വാശിയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിയപ്പോൾ ഇവിടെ കൊണ്ട് നൈസായിട്ട് കിടത്തിയതാണ്. പിന്നെ എനിക്ക് പനിക്കുണ്ടോയെന്നൊക്കെ ഞാൻ അമ്മോട് ചോദിക്കുന്നുണ്ട്. കാരണം എനിക്കിങ്ങനെ പഠിക്കാൻ നിൽക്കുന്ന സമയത്ത് പനി വരും, തലവേദന വരും, അങ്ങനെ കുറെ അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ചാലും പഠിച്ച് ചെറുക്കം കിടന്ന് ഉറങ്ങണം കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നു. അങ്ങനെ ഞാൻ അവൻ്റെ അപ്പുറത്ത് കിടന്ന് ഉറങ്ങി. പക്ഷെ ഞാൻ അധികം നേരം ഉറങ്ങിയില്ല. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ എണീറ്റു. അപ്പോൾ ഞാൻ ഇവനെ എടുത്തിട്ട് എൻ്റെ ഉറക്കമൊക്കെ പോയി. അങ്ങനെ എനിക്കൊരു പ്രൊമോഷൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സൊക്കെ മാറി അതൊക്കെ ചെയ്ത് ഞാൻ കുറച്ചേരം ഇരുന്ന് പഠിച്ച് പിന്നെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്ത് പോവാണ്, ഒരു സ്ഥലം വരെ പോകണം. പിന്നെ മമ്മ ജിമ്മിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മമ്മയ്ക്ക് ഭയങ്കര ഇതാണ് ഗൈസ്. മമ്മയ്ക്ക് ജിമ്മിന് പോയിട്ട് മസിലൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്നുമില്ല, ഇത്തിരി തുണ്ട്. അപ്പൊ ഞാൻ എന്റെ മസിലൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു മമ്മയ്ക്ക്. മൂന്ന് തലമുറ, 1 2 3. ഏതൊന്ന്? 1 2 3. പഠിപ്പിച്ചോടുത്ത അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ പോകുന്നത് ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കാണ്? അച്ചുവിന് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ്റെ മുഖത്തെ എക്സ്പ്രഷനുകളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണൂത്തി ഒരു ഭഗവതി ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് ഗൈസ്. അപ്പോൾ ക്ഷേത്രത്തിന്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മ വന്നു. കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ അപ്പുറത്തൊരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയിട്ടാണ് ഇവരുടെ സ്റ്റുഡിയോ വരുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവനും അവൻ്റെ ഒരു കൂട്ടുകാരന്റെ പേര് ലെവിൻ എന്നാണ്. അപ്പൊ ആള് വലിയ പുള്ളിയാണ് ഗൈസ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ ഉള്ള ഒരു ആളാണ് ഗൈസ്. അപ്പം വലിയ പുള്ളിയാണ്. അപ്പൊ എന്ന് പ്രത്യേകം പറയണം എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പൊ തീരെ അഹങ്കാരമില്ലാത്തൊരു പയ്യനാണ്. ഇപ്പൊ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇപ്പൊ മുടക്ക് കിട്ടിയപ്പോ ചാടി വന്നതാണ് ആള്. അങ്ങനെ ഗൈസ് അച്ഛന് ടാറ്റു അടിക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് അവന്റെ അടുത്ത്. കരയണ്ടാടാ, സാരില്ല, വിഷമിക്കണ്ട എന്നൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ ടാറ്റു അടിക്കുന്ന സമയത്ത് അവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല ഗൈസ്. അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. അവന് ആ ഒരു രീതിയിലായിരുന്നു അവൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. വലിയൊരു എക്സ്പ്രഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആഡ്മാർക്ക് എന്നാണ് സ്റ്റുഡിയോന്റെ പേര്. പിന്നെ ഇവിടെ കുറെ ചേട്ടന്മാരുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മളായിട്ട് നല്ല കമ്പനിയാണ്. മെയിൻ ആയിട്ടും ടാറ്റു ആർട്ടിസ്റ്റ് 2 ചേട്ടന്മാരാണ്. അങ്ങനെ അച്ഛൻ്റെ വർക്ക് തുടങ്ങി. പിന്നെ ഞാൻ വന്നപ്പോൾ തൊട്ട് നോട്ടിട്ടുണ്ടായിരുന്നു ഒരു സംഭവം, ഗിത്താർ ഗൈസ്. അവിടെ ഒരു ബ്ലാക്ക് കളർ ഗിത്താർ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കത് വായിക്കാൻ അറിയില്ലെങ്കിലും അത് വെച്ച് ഞാൻ പട്ടിഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനിത് വെച്ച് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഇത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളുണ്ടെന്ന്. അപ്പോൾ ആള് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു ഗൈസ് പാട്ട് പാടി. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു വർക്കിന് ചിലപ്പോൾ ഒരു 2 മണിക്കൂർ എങ്ങാനും എടുക്കും കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ബോറടിക്കുന്നുള്ള ഒരു പേടിയും വേണ്ട. കാരണം ഗൈസ് ഇവിടെ ഇവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. ചളി പറയുന്ന ചേട്ടന്മാരുണ്ട്, പിന്നെ ഇങ്ങനെ പാട്ട് പാടുന്ന ചേട്ടന്മാരുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ബോറടി തോന്നില്ല.
പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള വർക്കായിരുന്നു അച്ചുവിൻ്റെ, അതാണ് 2 മണിക്കൂറൊക്കെ പിടിച്ചത്. അങ്ങനെ അവൻ്റെ ടാറ്റു ഫിനിഷ് ആയി ഗൈസ്. ഇതാണ് അവൻ അടിച്ചൊരു സംഭവം. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏലിയനൊക്കെ ഇരിക്കുന്നുണ്ട്, ബാക്കി എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ടാറ്റു അടിച്ചു ഗൈസ്. അത് ഞാൻ ആ ഒരു ഇതിൽ വന്നതല്ല അടിക്കണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇവൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, വേദനയൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇവനെ കണ്ടപ്പോൾ വലിയ ഇതൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു ചെറുതടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അത്യാവശ്യം പേടിയിലാണ് ഇത് അടിക്കാൻ വേണ്ടിയിട്ട് കിടന്നത്. പക്ഷേ ഗായ്സ് അത് ഫസ്റ്റ് ഒരു ഇതിൽ വേദന കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അത്ര വേദന എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗായ്സ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പേരൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ചേട്ടന്മാർ. അപ്പോൾ ഇവരൊക്കെ മൾട്ടി ടാലൻറ്റഡ് ആണ് ഗൈസ്. അത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു 11 മണിയായി കാണും. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. നമ്മൾ ടാറ്റൊക്കെ അടിച്ചു, കണ്ടോ അച്ഛൻ്റെ കൈയാകെ അതാണ് വെറുതെ കിടക്കെ എല്ലാം എനിക്ക് വേണ്ടിണ്ടെന്നില്ല. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോ, ഒരു വേദനയല്ലായിരുന്നു, ഒരു നല്ല രസം. എനിക്ക് കുറച്ചും കൂടി വേറെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നടന്നൊരു ഹോട്ടലിലെത്തി. നടക്കാനുള്ള ദൂരമുള്ള ഇവിടെ അടുത്ത് ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ നടന്നൊരു ഹോട്ടലിലെത്തി. ഞങ്ങൾ ഫ്രൈഡ് റൈസ് പറഞ്ഞു. പിന്നെ എനിക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഞാൻ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കണത്. അപ്പോൾ ആ ആള് 11 മണിക്കൊക്കെ കഴിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൈഡ് റൈസ് വന്നപ്പോൾ ഞാൻ വേഗം കഴിച്ചു. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് നേരെ കിടന്നുറങ്ങണം, അതാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ടാറ്റാ.